ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മൈക്ക് എടുത്തിട്ടില്ല, കാരണം നമുക്കൊരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചാർജ് അങ്ങനെ തീർന്ന പണി കിട്ടും. അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ചെറിയൊരു എന്താ പറയുക, ഒരിതുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം. ഹലോ സാറേ, മറ്റേ ജോസണ്ണൻ നമ്മുടെ മീഡിയാസിൻ്റെ മുമ്പേ ഒന്ന് പറയുന്നതായിട്ടല്ലേ, എന്ത് അങ്ങേര് റയലിലോട്ട് വരുന്നില്ലെന്ന്? എന്താ അതിപ്പോൾ അത് കാര്യമൊന്നും ആക്കണ്ട. അങ്ങേരുമായിട്ട് നീ ഡിസ്കഷന് പോവല്ലേ, ഡിസ്കഷൻ ചെയ്തിട്ട് എന്നെ വിളിക്ക്. ശരി. ആ ഹായ് സാർ. ഹായ് സാർ. ഈ 2010 മുതൽ 2013 വരെ സാർ നമ്മളെ കോച്ച് ചെയ്യിപ്പിച്ചല്ലേ? ഞാനിപ്പോൾ ദുഃഖിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞോ സാർ? ഒന്നും പറഞ്ഞില്ല. കള്ള എന്തോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു ഡിമാൻഡ് പറയാം. കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്. അത് കാണുമല്ലോ, ചൊറിയ സ്വഭാവമല്ലേ. എന്ന് വെച്ചാൽ ഇങ്ങനെ താരങ്ങളിങ്ങനെ വാരിക്കോരി കൂട്ടരുത്. മറ്റേ എംബാപ്പെ വിനിയെ പോലെ അവന്മാരെ അടികൂടാൻ ചിലപ്പോൾ സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വാരിയൊന്നും കൂട്ടണ്ട. ഞാൻ പറയുന്ന അത്രയും താരങ്ങളെയൊക്കെ മതി. വാരി വലിച്ചു കൂട്ടിയിട്ട് ഈ എന്താ പറയുക, റൈറ്റ് വിങ് ലെഫ്റ്റ് വിങ് ഒക്കെ അധികം ഇതാക്കിയിട്ട് അങ്ങ് ഹൈപ്പ് കയറ്റണ്ട കേട്ടോ. ഹൈപ്പ് കുറച്ച് താഴോട്ട് ഇരിക്കട്ടെ. സാർ, വി ആർ റയൽ മാഡ്രിഡ്. എന്നിട്ട് ഇത്തവണ എന്തായി റയൽ മാഡ്രിഡ്? കള്ളക്കിളൻ ചൊറിയുവാണല്ലേ. പിന്നെ എൻ്റെ അസിസ്റ്റൻസിൻ്റെ ഞാനും എൻ്റെ അസിസ്റ്റൻസും ആയിരിക്കും ഈ ക്ലബിൻ്റെ കാര്യങ്ങൾ, ഈ സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ ആരും ഇടപെടാൻ പാടില്ല സാർ. അത് പേഴ്സണിൻ്റെ അടുത്ത് പോയി പറഞ്ഞേക്ക്. അല്ലെങ്കിൽ ഞാൻ വരുത്തില്ല. എൻ്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഞാൻ വരുത്തില്ല. പറ്റുമെങ്കിൽ മതി. ശരി സാർ, ഞാൻ എൻ്റെ മുതലാളിയായിട്ട് സംസാരിച്ചോട്ടെ. ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഫോളോ ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം. എന്ന് വെച്ചാൽ ഹോസെ മൊറീനോ ടു റയൽ മാഡ്രിഡ്. അദ്ദേഹം മീഡിയാസിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞിരുന്നു, ഞാൻ റയലിലേക്ക് ഇല്ല എന്ന്. എന്നാൽ ഫാബ്രിസിയോ റൊമാനോ, നമ്മുടെ ഫുട്ബോൾ ലോകത്തെ പരിന്ത് ജേർണലിസ്റ്റ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഫാബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ശരിയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം റയലിലേക്ക് ഡിസ്കഷൻ നടക്കുകയാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്സ് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ നമ്മുടെ ഇന്റർവ്യൂ പറഞ്ഞതുപോലെ എന്താ പറയുക, റൈറ്റ് ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടാൻ പാടില്ല. അദ്ദേഹം ഒരു ലിമിറ്റിലേ വാങ്ങിച്ചു കൂട്ടാവൂ. പ്ലേയേഴ്സിനെ ഇങ്ങനെ സൈൻ ചെയ്യുന്നത് താരങ്ങളെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനെ സൈൻ ചെയ്യാവൂ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ആയിരിക്കും തീരുമാനം എടുക്കുക. അതിനപ്പുറം ആരും കയറി ഇടപെടാൻ പാടില്ല. അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോണം. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹോസെ മൊറീനോ ആണ്, അറിയാലോ, അങ്ങനെ ഒരു ചെറിയ സ്വഭാവം തന്നെയാണ്. പിന്നെ 2010 മുതൽ 2013 വരെ റയൽ മാഡ്രിഡിനെ പരിശീലിപ്പിച്ച ഒരു കോച്ചും കൂടെയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്. ലോക ഫുട്ബോൾ ഏറെ ബഹുമാനിക്കുന്ന ഒരു കോച്ചും കൂടെയാണ് അദ്ദേഹം എന്നത് വിസ്മരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ ഡ്രസ്സിംഗ് റൂമിൽ നടക്കുന്ന അടി അദ്ദേഹം വരുന്നവിടെ മാറും. കാരണം ഞാൻ ഫ്രഞ്ച് താരമാണ്, ഞാൻ ബ്രസീലിയൻ താരമാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേര് വലിച്ചു ചെയ്ത് ഭിത്തിയിലൊട്ടിക്കും. ആ റബ്ബർ ബാൻഡ് എടുത്തു കൊടുത്തിട്ട് അങ്ങേര് പറയും, നീട്ടിക്കൊണ്ട് അവിടെ ഇരുന്നോളാൻ പറയും. അതാണ് പുള്ളിയുടെ സ്വഭാവം. സോ ഫാബ്രിസിയോ റൊമാനോ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ലാസ്റ്റ് ഡിസിഷൻ ഫ്ലോറന്റീനോ പെറസിൻ്റെ ആണെന്ന്. അദ്ദേഹം എന്ത് ഡിസിഷൻ എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും റയലിന് ഒരു ട്രോഫിയിലെ സീസണും കൂടെ താങ്ങുന്നതിലപ്പുറമായിരിക്കും അത്, പ്രത്യേകിച്ച് പെറസിന്. ബെർണാവോ ഇളകും. വീഡിയോ ഇഷ്ടപ്പെടുന്നതിനായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നതുവരെ ബൈ.